ഇത് തിരിച്ചറിയാവുന്ന ഒരു അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാജം എന്താണ് എന്ന് വളരെ എളുപ്പം പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തലമുറയാണ് ഇത് കാണുന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ഇത് കാണുന്നത്. പക്ഷെ ഇത് പ്രദർശിപ്പിക്കാൻ മുൻകൈ എടുക്കുന്നത് KCYM ആണ്, കേരള കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ്. അതിന് പിന്തുണ നൽകുന്നത് സീറോ മലബാർ സഭയുടെ യൂത്ത് വിങ് ആണ്. അപ്പോൾ യുവാക്കൾ തന്നെയാണ് ഇത് പ്രദർശിപ്പിക്കാനും ഇത് ബോധവൽക്കരണത്തിന് ഉപയോഗിക്കേണ്ടതാണ് എന്ന് പ്രചരിപ്പിക്കാനും ഒക്കെ മുൻകൈ എടുക്കുന്നത്. അതില് രാജീവ്, എനിക്ക് കുട്ടികളെ കുറിച്ചിട്ട് മറ്റേ നല്ല വിശ്വാസം തന്നെയാണ്. അത് അത് കത്തോലിക്ക സഭയിലായാലും മറ്റേത് സമൂഹങ്ങളിലായാലും പുതിയ തലമുറ ഒരുപക്ഷെ അവര് ഇതിൻ്റെ പ്രതിരോധത്തിൻ്റെ മുൻവഴികളിൽ ഉണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ മുൻനിരയിലുണ്ടാവില്ലായിരിക്കാം. പക്ഷേ അവർ ബൈപ്പാസ് ചെയ്യുന്നു എന്ന് എൻ്റെ ഒരു സുഹൃത്ത് പണ്ട് പറഞ്ഞു പോലെ അത് മറ്റാരുമല്ല, ഈ മേഖലയിൽ പുതിയ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ റിസർച്ച് ചെയ്ത് പുസ്തകം എഴുതിയിരിക്കുന്ന മാധ്യമപ്രവർത്തകനായ ജോസ് ടി തോമസിനോട് ഞാൻ ഈ സംശയങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർ ബൈപ്പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ നിങ്ങളുടെ ഈ അർത്ഥശൂന്യതയ്ക്കെതിരായി പോരാടി അവരുടെ സമയം കളയാനില്ല. അതുകൊണ്ട് പുതിയ തലമുറയെ ഇതങ്ങ് സ്വാധീനിച്ചു കളയും എന്ന് നമ്മൾ അധികം ആശങ്കപ്പെടേണ്ടതില്ല. എങ്കിൽ പോലും രാജീവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ KCYM എന്നൊക്കെ പറയുമ്പോൾ കേരള കത്തോലിക്ക യുവ യൂത്ത് മൂവ്മെന്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ അതിലെ ആ യുവാക്കൾ മുഴുവൻ ഇവരുടെ ഈ പ്രചരണത്തിനെ കൊണ്ട് വശംവദരായി ഇത് പ്രശ്നമാവും എന്ന് അമിത ഉത്കണ്ഠയൊന്നിരിക്കില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഈ വെറുപ്പിനെ പടർത്താൻ വേണ്ടി ഇപ്പോൾ നേരത്തെ ജാക്കബ് വളരെ കൃത്യമായി പറഞ്ഞ പോലെ തന്നെ ഈ സമൂഹത്തെ വിഭജിക്കുക, ഇവിടെ ഈ വെറുപ്പിലൂടെ ഒരു സമാധാനമില്ലായ്മയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് നോക്കുക. ഒരു പ്രത്യേക സമുദായത്തെ മുസ്ലിം സമുദായം മുഴുവൻ കുഴപ്പമാണെന്ന് പറയും. ഞാൻ രാജീവ് മറ്റൊരു കാര്യത്തിലേക്ക് നോക്കുകയാണ്. എനിക്ക് ഇതിനകത്ത് ഉത്കണ്ഠയില്ല. ചെറുപ്പക്കാരെന്ന് പറഞ്ഞ KCYM-ന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത് ഈ പറയുന്ന ഔദ്യോഗിക സഭാ നേതൃത്വത്തിന്റെ പിണിയാളുകളാണ്. അങ്ങനെയുള്ളവർക്കേ അത് ആവാനും കഴിയുള്ളൂ. അതുകൊണ്ട് ആ നേതൃത്വം അല്ല. ഇപ്പം എനിക്ക് എൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇവരിപ്പോൾ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന അതിനെ പലതരത്തിൽ നമ്മുടെ ഹൈക്കോടതി അടക്കം അങ്ങനെ ഒരു സംഭവമില്ലാന്നും കേന്ദ്ര സർക്കാർ അടക്കം പറയുകയും ചെയ്തിട്ടും പിന്നെയും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ പെങ്ങളുടെ മകൻ ഒരു ഹിന്ദു കുട്ടിയെ കല്യാണം കഴിച്ച് അവളെ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് ലവ് ജിഹാദല്ലേ? അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഇത് നമുക്ക് ചുറ്റും എത്രയെങ്കിലും പണ്ടത്തെ കാലത്ത് എത്രയോ ചെറുപ്പക്കാർ പിള്ളേർ ഈ തരത്തിൽ മറ്റേ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ വിവാഹിതരായി ചിലപ്പോൾ അതിൽ ഒരാളുടെ മതത്തിൽ അവർ ചേർന്നിരിക്കാമായിരിക്കും. പക്ഷെ അതൊന്നും പുതുമയല്ലാതാവുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ പണ്ട് ഒരു ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ അന്യ മതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുന്നു എന്നുള്ളത് ചർച്ചാ വിഷയമാക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് എത്രയോ കല്യാണങ്ങൾ വീട്ടുകാർ ആലോചിച്ചിട്ട് ഈ തരത്തിൽ തന്നെ നടക്കുന്നു. കുട്ടികൾ കണ്ടെത്തുന്നു, വീട്ടുകാരെ സമ്മതിക്കുന്നു, അവരതിനെ ഔദ്യോഗികമായിട്ട് ചടങ്ങായിട്ടൊക്കെ നടത്തുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ഓരോരുത്തരും നമ്മളിവിടെ ഇരിക്കുന്ന 3 പേർക്ക് പോലും ചുറ്റും നോക്കി എത്ര സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ക്രിസ്ത്യൻ യുവാക്കൾ കല്യാണം കഴിക്കുന്നത് ഹിന്ദു മതത്തിൽപ്പെട്ടവരെ മാത്രമല്ല, മുസ്ലിം മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നുണ്ട് തിരിച്ചുകൊണ്ട്. അപ്പം ഇതൊക്കെ സാമാന്യമായിട്ടുള്ള ഒരു എന്താണ്, നിങ്ങൾക്ക് വിവരങ്ങൾ ധാരാളമായി കൈത്തുമ്പിൽ കിട്ടുകയും സമൂഹം വളരുകയും ചെയ്യുമ്പോൾ ഒരു സമൂഹത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം മറ്റൊന്നുമില്ല. അപ്പൊ അത്തരം കാര്യങ്ങളെ ഈ മറ്റേ KCYM പോലെയുള്ള യുവജന സംഘടന പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മുടെ യുവാക്കളെല്ലാം അതിന്റെ പിന്നാലെ പോയി എന്നുള്ളൊരു ആശങ്ക എനിക്കില്ല. പക്ഷേ രാജീവ് നേരത്തെ പ്രകടിപ്പിച്ചതുപോലെ ഇത് കുറെ പേരില്ലെങ്കിലും ഇത് വാസ്തവത്തിൽ യുവാക്കളിലല്ല ഇത് സ്വാധീനം ചെലുത്തുക. ഞാൻ പറയുക, ഇത് സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് നമ്മുടെ 40 വയസ്സിന് മേളിലുള്ള യുവാക്കളൊന്നും സ്വയം അഭിമാനിക്കുന്ന മനുഷ്യരാണ്. അവരിലാണ് ഈ പറയുന്ന മതസ്പർദ്ധയൊക്കെ ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് ഇത് ഉരുത്തിരിഞ്ഞുകൊണ്ട് വരുന്നത്. അവർ തന്നെയാണ് ഇവരുടെ ലക്ഷ്യവും. അവർ കുട്ടികളെ നിയന്ത്രിക്കുന്നതായിരിക്കും ഇവർ ഒരുപക്ഷെ വിചാരിക്കുന്നത്. അതിൻ്റെ സാധ്യത കേരളം പോലൊരു സമൂഹത്തിൽ തീരെയില്ല തന്നെ. അപ്പോൾ നമ്മുടെ കുട്ടികൾ കൊള്ളാവുന്നവരാണ് എന്ന് നമുക്ക് പ്രളയം വരേണ്ടി വന്നു തിരിച്ചറിയാൻ. അവിടെ ഒരു യുവാവും ഒരു യുവതിയും മതം നോക്കിയല്ലല്ലോ ആ പ്രളയകാലത്ത് പ്രവർത്തിച്ചത്.
ഇങ്ങനെയൊക്കെയാണ് വാസ്തവമെങ്കിലും പിന്നെ എന്തിന് പബ്ലിക് ഡൊമൈനിൽ അസത്യം എന്ന് തിരിച്ചറിയാവുന്ന 100,000 വിവരങ്ങൾ ഉണ്ടായിട്ടും ഇത്തരമൊരു സാധനത്തെ പ്രദർശിപ്പിക്കുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇത് ഇഷ്യൂ ആക്കി എടുത്തിരിക്കുന്നത്, ഇത് പ്രദർശിപ്പിക്കും, നാളെ നിങ്ങൾ പ്രദർശിപ്പിക്കും എന്ന് പറയുന്നത്. ഓർക്കണം, ഇത് മലയാളികളാണ് ഇത് പറയുന്നത്. ഈ പറയുന്ന KCYM-ഉം കത്തോലിക്ക ഇതിന്റെ പിന്നാലെ നിൽക്കുന്ന കത്തോലിക്ക മേലധ്യക്ഷന്മാരും മലയാളിയാണ്. കേരളം പോലെ ഒരു നാടിനെ രാജ്യാന്തരമായി അവഹേളിക്കാൻ പാകത്തിലെടുത്തൊരു സിനിമയാണെന്ന് ഇവരാരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടാൽ ഇവർക്ക് മനസ്സിലാവുന്നതുമാണ്. അങ്ങനെ നമ്മുടെ മൊത്തം മലയാളി സമൂഹത്തെ തന്നെ അപമാനിക്കുന്ന ഒരു സിനിമ ബോധവൽക്കരണത്തിന്റെ ടൂളായിട്ട് ഉപയോഗിക്കും എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ മറ്റൊന്നുമല്ല, സംഘപരിവാർ രാഷ്ട്രീയം തന്നെയാണ്. അത് ഈ മതമേലധ്യക്ഷന്മാർ ഈ സംഘപരിവാർ രാഷ്ട്രീയം ഏത് രൂപത്തിൽ വിശ്വാസികളിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചാലും വിശ്വാസികൾ അവർക്ക് ഈ സംഘപരിവാർ രാഷ്ട്രീയവും അത് കേരളത്തിന് പുറത്ത് ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ അത് രാമക്ഷേത്ര മറ്റേ അതിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ എത്രയാണ് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ കസിനായിട്ടുള്ള ഒരു അച്ഛൻ, കത്തോലിക്ക പുരോഹിതൻ, അങ്ങേര് റാഞ്ചിയിലാണ്. അവിടെ ജാർഖണ്ഡിലെ ഭരണം BJPക്ക് അല്ലാതിരുന്നിട്ട് പോലും കത്തോലിക്ക സ്ഥാപനങ്ങൾക്ക് നേരെ അവരുടെ സ്കൂളുകൾക്കെതിരെ, കോളേജുകൾക്കെതിരെ എന്തിന് ഈ സ്ഥാപനങ്ങൾ ഇരിക്കുന്ന ഭൂമി കയ്യേറാൻ പോലും നടത്തുന്ന ശ്രമങ്ങൾ, ഇതെല്ലാം അവർക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുന്ന വിശ്വാസികളെ സംഘപരിവാറിന്റെ പുറകെ നടത്താൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ വിശ്വാസികളുണ്ട് എന്ന് പറഞ്ഞ് സംഘപരിവാറുമായി എന്താ പറയുക, അവരുമായിട്ട് വിലപേശാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗം തന്നെയാണിത്. ആ ശ്രമം അത്രയ്ക്ക് അങ്ങോട്ട് ഇന്ന് വിലപ്പോവും എന്ന് വിശ്വസിക്കാൻ നമ്മുടെ മുന്നിൽ കാരണങ്ങളില്ല.